കുറേ നാളായിട്ട് നമ്മുടെ വീട് പണിയുടെ അപ്ഡേഷൻസ് ഒന്നും ഞാൻ വീഡിയോ ആയിട്ട് ഇട്ടിട്ടില്ല. വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ, വെറുതെ ഒരു മടി. എന്നും പണിക്കാരുണ്ടാവും കൂടെ. അപ്പോൾ പിന്നെ അവരെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കാൻ ഒരു ചമ്മൽ, വേറെ ഒന്നുമല്ല. അതുകൊണ്ടാണ്. ഇപ്പോൾ ഇതേ നമ്മുടെ വീടിൻ്റെ ഒരു രൂപരേഖയൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ ടൈൽ പണി ഏതാണ്ട് കഴിഞ്ഞു. നമ്മൾ വീഡിയോ നിർത്തുമ്പോൾ വീടിൻ്റെ രണ്ടാം നില വാർക്കണ സമയത്തായിരുന്നു നമ്മൾ നിർത്തിയത്. ഇപ്പോൾ ഇതേ ടൈൽ പണി കഴിഞ്ഞു, തേപ്പ് കഴിഞ്ഞു, ടൈൽ പണി കഴിഞ്ഞു. പിന്നെ അതേ കുറച്ച് ജാളി പണികളൊക്കെ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. ഈ ഫ്രണ്ടിൽ കൊടുത്തേക്കുന്നത് ജാളിയാണ് കേട്ടോ, ജാളി പാറ്റേൺ ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ അതേ നമ്മൾ സിറ്റ് ഔട്ടിൽ കയറി. ഇനി നമുക്ക് കുറച്ച് പണികളുള്ളത്, ഇൻറ്റീരിയൽ പണി സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ ഗ്ലാസിൻ്റെ കുറച്ച് വർക്കുകളുണ്ട്. പിന്നെ അങ്ങനെ കുറേ പണികൾ ബാക്കിയാണ്. ഇപ്പോൾ നമ്മൾ ടൈൽ വർക്ക് ഏതാണ്ട് ഈ ഫ്ലോർ 2 ഫ്ലോർ ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് ഗ്ലാഡിങ്ങിൻ്റെ പണി വരുന്നുണ്ട്. പിന്നെ ഈ ടൈലിനൊരു പ്രത്യേക പാറ്റേണിലാണ് ഇത് ഒട്ടിച്ചേക്കുന്നത്. ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇങ്ങനെ ഒരു പ്രത്യേക തരം പാറ്റേണിലാണ് ഇത്. ക്ലീനൊക്കെ ചെയ്തിട്ടുള്ള വീഡിയോ ആയിട്ട് പിന്നെ ഇടാം കേട്ടോ. പിന്നെ നമ്മുടെ വീടിൻ്റെ അകത്തും ഒരു ജാളി ഭാഗം കൊടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് ഗ്ലാസ്സൊക്കെ ഇട്ട് കഴിയുമ്പോൾ ചൂടൊക്കെ കൂടുതലായിരിക്കുമല്ലോ. അപ്പോൾ നമുക്കൊരു എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് അവിടെ നമ്മളൊരു ജാളി കൊടുത്തിട്ടുണ്ട്, ഹോളിൻ്റെ നടുക്കായിട്ട് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ കിച്ചണിലും ഈ സെയിം പാറ്റേൺ വർക്ക് പോലത്തെ ടൈലാണ് കൊടുത്തേക്കുന്നത്. ടൈലിൻ്റെ കളറൊന്നും ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവുന്നില്ല, കൂറ കുത്തിയിട്ടാണ് ഇരിക്കുന്നത്. നമ്മളൊരു ബെഡ്റൂമാണ്. പിന്നെ ബെഡ്റൂമിൻ്റെ ബാത്റൂം ഒരു ബ്ലൂവും ഗ്രേയും തമ്മിലുള്ള മിക്സാണ് കേട്ടോ. നമ്മൾ കൂടുതൽ ടൈൽസിൻ്റെ കളർ വന്നേക്കുന്നത് ഗ്രേ, ഡാർക്ക് ഗ്രേ, ലൈറ്റ് ഗ്രേ, ബ്ലാക്ക് അങ്ങനെയുള്ള കളേഴ്സാണ് കേട്ടോ കൂടുതലും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കളറാണ് ഗ്രേ എന്ന് പറയുന്നത്. അപ്പോൾ മുകളിലേക്കോട്ട് കയറി. മുകളിലും നമ്മൾ ജാളി തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇത് ഓടിൻ്റെ ജാളിയാണ് കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. മാത്രമല്ല നല്ല എയർ സർക്കുലേഷൻ നല്ല രീതിയിലുണ്ടാവും. നമുക്കവിടെ ഇരുമ്പിൻ്റെ പട്ടയൊക്കെ കൊടുത്തൊന്ന് സെക്യൂർ ചെയ്യാൻ മാത്രമേ വേണ്ടൂ. പിന്നെ നമ്മളൊരു റൂമിൻ്റെ അകത്ത് കയറി. ഈ റൂമിൽ ഇവിടെ ഗ്രില്ലിട്ടിട്ടുണ്ട്, ഇനി അവിടെ ഗ്ലാസ് ഇടണം. റൂമിൽ നിന്നാണ് കേട്ടോ നമുക്ക് ഇപ്രാവശ്യം ഇപ്രാവശ്യം എന്നല്ല, നമ്മുടെ ബാൽക്കണി വരുന്നത് റൂമിൽ നിന്നാണ്. കോമൺ ആയിട്ടൊരു ബാൽക്കണി നമുക്കില്ല, ഈ റൂമിൽ നിന്നാണുള്ള ബാൽക്കണിയാണ് കേട്ടോ വരുന്നത്. ഇത് നമ്മുടെ ബാത്റൂം ടൈൽ ഒടിച്ചേക്കുന്നതാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ബാൽക്കണി വരുന്നത്. വലിയ ലോങ് ആയിട്ടുള്ളൊരു ബാൽക്കണിയാണ്. ബാൽക്കണിയിലും നമ്മുടെ ടൈൽ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതും ഡാർക്ക് ഗ്രേയും ലൈറ്റ് ഗ്രേയും തമ്മിലൊരു മിക്സാണ് കേട്ടോ. ഏതാണ് നമ്മുടെ ചെസ് ബോർഡ് പാറ്റേണിലാണ് ഇത് ചെയ്തേക്കുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ വീടിൻ്റെ 2nd ഫ്ലോറിൻ്റെ ആ ലുക്ക് വരുന്നത് കേട്ടോ. പിന്നെ നമ്മൾ വീണ്ടും അവിടെ നിന്ന് മറ്റൊരു റൂമിലോട്ട് പോവാണ്. ഇപ്പോൾ റൂമിലും ഹാളിലും തമ്മിൽ ടൈലിന് ചെറിയ ഒരു കളർ വ്യത്യാസമുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഒന്നും മനസ്സിലാവില്ല, ആകെ അഴുക്ക് പിടിച്ച് കിടക്കുകയാണ്. ഇതൊക്കെ ക്ലീനാക്കി വൃത്തിയാക്കി വരണം. പിന്നെ ചില സ്ഥലങ്ങളിലൊന്നും പുട്ടി വർക്ക് കഴിഞ്ഞിട്ടില്ല, കുറച്ച് പുട്ടി വർക്ക് ബാക്കിയുണ്ട്. പിന്നെ ഇത് നമ്മളുടെ 2nd ഫ്ലോറിൽ നിന്ന് താഴത്തോട്ട് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ കിച്ചൻ്റെ ഭാഗമൊക്കെ കാണാം. പിന്നെ ഇതൊരു റൂമാണ്. റൂമിലും ഓൾമോസ്റ്റ് ഒരുവിധം ടൈൽ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു ഗ്രീൻ ആൻഡ് ഗ്രേ മിക്സാണ് കേട്ടോ ഇവിടുത്തെ ടൈൽ വരുന്നത്. ഗ്രീൻ കളറും ഗ്രേ ഷെയ്ഡും. പിന്നെ ഒരു റൂം അവിടെ പൂട്ടിയേക്കാണ്. അവിടെ കുറച്ച് എന്താ പറയുക, നമ്മുടെ വയറിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പൂട്ടിയിട്ടേക്കാണ് കേട്ടോ. പിന്നെ നമ്മളുടെ കാർ പോർച്ചിൽ വെച്ചിരിക്കുന്ന അതേ സെയിം ജാളി തന്നെയാണ് ഇത്. നമ്മുടെ വീടിൻ്റെ എൻഡ് ഭാഗത്ത് ഈ ഒരു ജാളി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വീടിൻ്റെ മുറ്റത്തോട്ട് ഇറങ്ങി, അതായത് ബാക്കിൽ കുറച്ച് മുറ്റമുണ്ട് നമുക്ക്. അപ്പോൾ അവിടെ ഒന്ന് ഇറങ്ങിയപ്പോൾ അവിടെ ഒരു പണ്ട് നിൽക്കണ പണ്ടുണ്ടായിരുന്ന ഒരു ജാതിമരമാണ് കേട്ടോ. അത് അത്യാവശ്യം നല്ല രീതിയിൽ കായ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് മോള് പറഞ്ഞു, അമ്മ ഇത് സോപ്പും കായാണോ, ഇത് സോപ്പും കായാണെന്ന് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് പൊട്ടിച്ചു. പക്ഷേ ഇത് സോപ്പും കായൊന്നും അല്ല, വേറെ എന്തോ കായാണ്. അത് കയ്യിലിട്ട് പതപ്പിച്ചൊന്നുമില്ല. പിന്നെ അത് അങ്ങനെ കളഞ്ഞു. സോപ്പും കായ ഞാനാണെങ്കിൽ അത് നേരിട്ട് കണ്ടിട്ടുമില്ല. അപ്പോൾ നമ്മുടെ ദക്ഷിണേരെ വീഡിയോയിൽ സോപ്പും കായ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പൊടിച്ച് നോക്കിയതാണ് സോപ്പും കായാണെന്ന്. പക്ഷേ സോപ്പും കായൊന്നുമല്ല. പിന്നെ തിരിച്ച് വീണ്ടും അകത്തുനിന്ന് പുറത്തോട്ട് പോവുകയാണ്. ഈ നമ്മുടെ ഹോളാണ്. ഇതാണ് നമ്മുടെ കാർ പോർച്ച് വരുന്നത്. ഈ കാർ പോർച്ചിൻ്റെ ഭാഗത്താണ് നമ്മൾ ഈ ജാളി കൊടുത്തേക്കുന്നത് കേട്ടോ. ഇനി കുറേ ഗ്ലാസ് വർക്കും കാര്യങ്ങളൊക്കെ പെൻഡിങ് ആണ്. പിന്നെ അവിടെ അടുത്ത് നമ്മൾ കുറച്ച് ഗ്ലാഡിങ് സ്റ്റോണൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന രീതിയിലാണ് നമ്മുടെ ഒരു ലുക്ക് വരുന്നത്. ഇനി പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ അതിൻ്റെ ലുക്ക് പിന്നെയും മാറും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.